നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാളെ മെയ് 1-ാം തീയതിയാണ്. ഇന്ന് ഏപ്രിൽ 30-ആണ്. നമ്മുടെ രാജ്യത്ത് ഓരോ 1-ാം തീയതിയും ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ നാളെ നടക്കുന്ന മാറ്റത്തിൽ സാധാരണക്കാരന്റെ പേഴ്സ് കീറുന്ന മാറ്റങ്ങളാണ് എന്നറിയുമ്പോൾ നമുക്ക് ചെറിയൊരു അറ്റാക്ക് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ രാജ്യത്തെ സാധാരണക്കാരുടെ പോക്കറ്റിനെ ബാധിക്കുന്ന നിരവധി സാമ്പത്തിക മാറ്റങ്ങളാണ് നാളെ മുതൽ സംഭവിക്കാൻ പോകുന്നത്. ATM ഇടപാടുകൾ മുതൽ പാചകവാതക വില വരെ ഇതിൽ ഉൾപ്പെടുന്നു. 2026 മെയ് 1 മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാൽ വില കൂടുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും LPG സിലിണ്ടറുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്നും തുടങ്ങാം. LPG സിലിണ്ടറുകളുടെ വിലയിലും ബുക്കിംഗ് നിയമത്തിലും മെയ് 1 മുതൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. രാജ്യത്തെ 3 പ്രമുഖ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, സബ്സിഡി ഗ്യാസ് നിയമവിരുദ്ധമായി വിറ്റൊഴിക്കൽ എന്നിവ തടയുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. LPG ബുക്കിംഗിൽ മാറ്റം. LPG ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. വിതരണവും ആവശ്യകതയും നിയന്ത്രിക്കുന്നതിനായി നിരവധി നടപടികൾ മന്ത്രാലയം ഇതിനോടകം സ്വീകരിച്ചു. നഗരപ്രദേശങ്ങളിൽ ബുക്കിംഗ് ഇടവേള 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായും ഉയർത്തിയിട്ടുണ്ട്. ഇക്കാലയളവിന് മുൻപ് നടത്തുന്ന ഏതൊരു ബുക്കിംഗും യാന്ത്രികമായി തടയാനാണ് തീരുമാനം. OTP നൽകാതെ സിലിണ്ടർ കിട്ടില്ല. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മെയ് 1 മുതൽ LPG സിലിണ്ടർ ലഭിക്കണമെങ്കിൽ OTP നൽകേണ്ടതായി വരും. ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് നോൺ നെഗോഷ്യബിൾ ആയി മാറ്റുകയാണ്. ഫിസിക്കൽ ബ്ലൂ ബുക്ക് അല്ലെങ്കിൽ രസീത് കാണിച്ച് LPG സിലിണ്ടർ ലഭിക്കുന്ന പരിപാടി നിർത്തുമെന്ന് സാരം. റീഫിൽ ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP എത്തും. ഗ്യാസ് സിലിണ്ടർ കരിഞ്ചന്ത വിൽപ്പന തടയുന്നതിനായാണ് ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് അടിസ്ഥാനമാക്കി വിതരണം നടത്തുന്നത്. ഇതിനോടകം തന്നെ ഇതേ രീതിയിലുള്ള LPG വിതരണം ഏകദേശം 94.5% സർക്കാർ പറയുന്നു. LPG വിലയിലും മാറ്റം സംഭവിക്കുമോ? US, ഇറാൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അവസാനമില്ലാതെ തുടരുകയാണ്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ LPG സിലിണ്ടർ വില 60 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 250 രൂപയോളം വർധനവും ഉണ്ടായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 തവണയാണ് LPG സിലിണ്ടർ വിലകളിൽ മാറ്റം സംഭവിച്ചത്. അതിനാൽ തന്നെ മെയ് 1 മുതൽ വില ഇനിയും മാറിയേക്കുമെന്നാണ് പ്രതീക്ഷ. LPG വിതരണത്തിൽ തടസ്സമുണ്ടോ? നിലവിൽ രാജ്യത്ത് ഇന്ധന LPG പ്രതിസന്ധി ഇല്ലെന്നാണ് സർക്കാർ പറയുന്നത്. പ്രതിദിനം ഏകദേശം 80,000 ടൺ LPG ആവശ്യമാണ്. ആഭ്യന്തര ഉൽപാദനം ഏകദേശം 46,000 ടണ്ണാണ്. എന്നാൽ ആവശ്യമായ അളവിൽ LPG ലഭ്യത ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. രാജ്യം ഇന്ധന പ്രതിസന്ധിയിലൂടെ കടന്നു പോകില്ലെന്ന ഉറപ്പും സർക്കാർ നൽകുന്നുണ്ട്. നിലവിൽ രാജ്യത്ത് ആശങ്കകൾക്ക് സാഹചര്യമില്ല. ബുക്ക് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവർക്കും LPG വിതരണം ചെയ്യുന്നു. സംസ്ഥാനത്ത് പാല് വില കൂടും. പാലിന് വില കൂടാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് നീക്കം. പാലിന് വില വർദ്ധിപ്പിക്കാൻ മിൽമ സർക്കാരിനോട് അനുമതി തേടിയിരുന്നു. 4 രൂപ മുതൽ 6 രൂപ വരെ വില വർദ്ധിപ്പിക്കണമെന്നായിരുന്നു മിൽമയുടെ ശുപാർശ. ബുധനാഴ്ച നടക്കുന്ന, അതായത് കഴിഞ്ഞ ദിവസം നടന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വില വർധനവിൽ അന്തിമ തീരുമാനം ഉണ്ടായിരുന്നു. 4 മുതൽ 6 വരെയാണ്. ഇത് 20-ാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. എന്തായാലും ഈ പാലിന്റെ വില വർധനവ് തീർച്ചയായും സാധാരണക്കാരെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വില കൂട്ടുന്നത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുമെന്ന പരാതിയാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തിയത്. മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്ന് യൂണിയൻ ചെയർമാൻ CN വത്സൻ പിള്ള പറഞ്ഞിരുന്നു. ഇനി ATM ഇടപാടുകളും ചാർജുകൾക്കും മാറ്റം സംഭവിക്കും. ബാങ്കുകൾ തങ്ങളുടെ ATM സേവന നിരക്കുകളിൽ പരിഷ്കാരങ്ങൾ വരുത്തുകയാണ്. ഫ്രീ ലിമിറ്റ്. മിക്ക ബാങ്കുകളും മാസത്തിൽ നൽകുന്ന സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണം കർശനമായി പാലിക്കും. UPI ATM കാർഡില്ലാതെ UPI വഴി ATMിൽ നിന്ന് പണം പിൻവലിക്കുന്ന രീതികളും ഇപ്പോൾ പല ബാങ്കുകളും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്തിയേക്കാം. അധിക ചാർജ്. സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും നിശ്ചിത തുകയും GSTയും ഈടാക്കും. UPI ഇടപാടുകളിലെ പുതിയ നിബന്ധനകൾ. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി NPCI ചില പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു.
ഈ ബാലൻസ് ചെക്ക് പരിധി. ഒരു ദിവസം ഒരു ആപ്പ് വഴി നടത്താവുന്ന ബാലൻസ് പരിശോധനകൾ നിയന്ത്രണം വരാം. 2-ഫാക്ടർ ഓതന്റിക്കേഷൻ എന്നുള്ളത് ഇടപാടുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കർശനമായ വെരിഫിക്കേഷൻ രീതികൾ നിലവിൽ വരും. നിഷ്ക്രിയ അക്കൗണ്ടുകൾ. ദീർഘകാലമായി ഉപയോഗിക്കാത്ത UPID-കൾ റദ്ദാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കും. ക്രെഡിറ്റ് കാർഡ് നിയമങ്ങൾ. വിവിധ ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് ചാർജുകളിലും ഈ റിവാർഡ് പേയ്മെന്റുകളിലും മാറ്റം വരുന്നുണ്ട്. വാടക പേയ്മെന്റുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഈടാക്കുന്ന ചാർജുകളിൽ വർധനവ് ഉണ്ടായേക്കാം. ചില കാർഡുകൾ നൽകുന്ന റിവാർഡ് പേയ്മെന്റുകളുടെ മൂല്യം കുറയ്ക്കാനും സാധ്യത ഉണ്ട്. KYC അപ്ഡേഷൻ. ബാങ്ക് അക്കൗണ്ടുകൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവയുടെ KYC പൂർത്തിയാക്കാത്തവർക്ക് മെയ് 1 മുതൽ സേവനങ്ങൾ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. മിക്ക ധനകാര്യ സ്ഥാപനങ്ങളും ഏപ്രിൽ 30-നകം KYC പുതുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. LPG സിലിണ്ടർ വിലയിലെ മാറ്റം. എണ്ണ കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതി പാചകവാതക വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് മെയ് 1-ന് സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെയും ഗാർഹിക സിലിണ്ടറുകളുടെയും വിലയിൽ ഈ മാറ്റം പ്രതിഫലിക്കും. കൂടാതെ ബുക്കിംഗ് സംബന്ധിച്ച പുതിയ പരിഷ്കാരങ്ങളും കമ്പനികൾ ആലോചിക്കുന്നുണ്ട്. ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണം. മെയ് 1 മുതൽ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുന്നത്. പുതുതായി പ്രാബല്യത്തിൽ വരുന്ന പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് നിയമപ്രകാരം പണം വെച്ചുള്ള ഓൺലൈൻ കളികൾക്കും അവയുടെ പരസ്യങ്ങൾക്കും കർശന നിയന്ത്രണമോ നിരോധനമോ ഉണ്ടാകും. എല്ലാ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലും നിർബന്ധിത പ്രായ പരിശോധനയും രക്ഷിതാക്കളുടെ നിയന്ത്രണവും ഏർപ്പെടുത്തണം. ഓൺലൈൻ ഗെയിമിംഗിന് 28% GST എന്നത് തുടരുമെങ്കിലും കളിക്കാൻ നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും നികുതി ബാധകമായിരിക്കും. അമിതമായി ഗെയിം കളിക്കുന്നത് തടയാൻ പ്ലാറ്റ്ഫോമുകൾ സമയപരിധി നിശ്ചയിക്കേണ്ടി വരും. ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ ഇമെയിൽ വഴിയോ SMS വഴിയോ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. UPI ഇടപാടുകൾ നടത്തുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക. OTP, PIN എന്നിവ ആരുമായും പങ്കുവെക്കരുത്. LPG ബുക്കിംഗ് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതുമാണ്. അങ്ങനെ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി അടുത്ത മാസം മുതൽ വരാൻ പോകുകയാണ്.